ഞാൻ അങ്ങനെ ഒരു സ്ഥാനത്തിൻ്റെ പിന്നാലെ നടക്കുന്ന ഒരാളൊന്നുമല്ല. പക്ഷേ 19 വർഷങ്ങൾക്ക് മുമ്പ് ഞാനിരുന്നൊരു സ്ഥാനത്തേക്ക് പിന്നെയും എന്നെ അതേ സ്ഥാനത്തേക്ക് വെക്കുമ്പോൾ സ്വാഭാവികമായി എനിക്കൊരു വിഷമം. KPCC പ്രസിഡൻ്റായിട്ട് ഞാനിരിക്കുന്ന സന്ദർഭത്തിൽ ഞാനും ഉമ്മൻചാണ്ടി ഒരുമിച്ച് മത്സരിച്ചു അസംബ്ലിയിൽ. അദ്ദേഹത്തിൻ്റെ ഗവൺമെൻറ്റിൽ 2.5 വർഷം കഴിഞ്ഞാണ് എനിക്ക് മന്ത്രിയായത്. അതിന് മുമ്പ് എന്നോട് മന്ത്രിയാവാൻ പറഞ്ഞു. പക്ഷേ ധൈര്യമില്ലായ്മ കൊണ്ട് കെ കരുണാകരനെതിരെ തിരുത്തൽവാദം ആരംഭിക്കാൻ കഴിയുന്ന ആളുകൾക്ക് ധൈര്യമില്ല എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? പാർട്ടിയെ ഒറ്റക്കെട്ടായി കൊണ്ടുപോകേണ്ട ചുമതല എനിക്കുണ്ട്. പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടി കൂടി ഇല്ലാത്തൊരു സന്ദർഭമാണ്. ഉമ്മൻചാണ്ടി ഇല്ലാത്തൊരു സന്ദർഭം, AK ആൻ്റണിയെ പോലെ സീനിയറായ നേതാവ് സജീവമല്ലാത്തൊരു കാലഘട്ടം. അതിൽ ഒരു മുതിർന്ന ഒരാളെന്നുള്ള നിലയിൽ ഞാനൊരു പ്രശ്നക്കാരനായി മാറുന്നത് പാർട്ടിക്ക് ഗുണമല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാൾ. അവർക്ക് ഏറ്റവും വിശ്വസിക്കാൻ കഴിയുന്ന ഒരാൾ ഞാനായതുകൊണ്ട് എന്നെ മാറ്റി നിർത്തുന്നുള്ള കൺക്ലൂഷനിലാണ് ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് രാഹുൽ ഗാന്ധിയോടോ സോണിയാഗാന്ധിയോടോ ഖാർഗെജിയോടോ ഒരു പരിഭവം എനിക്കിപ്പോൾ ഇല്ല. പഴയതുപോലെ ഗാന്ധി കുടുംബം മാത്രമൊന്നുമല്ല തീരുമാനമെടുക്കുന്നത്. KC വേണുഗോപാലിൽ എനിക്ക് പൂർണ്ണ വിശ്വാസമാണ്. കാരണം ഞാൻ എൻ്റെ അനിയനെ പോലെ കരുതിയിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം. ഒരു മത്സരവുമില്ല. VD സതീശനും ഞാനും കൂടി നല്ല ബന്ധത്തിലാണ്. സ്ഥാനമുള്ളതിനേക്കാൾ സ്ഥാനമില്ലാതെ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സുഖം ചെറുതല്ല. പ്രതിപക്ഷ നേതാവെന്നുള്ള നിലയിൽ VD സതീശൻ വിജയമാണ് എന്നുള്ളതാണ് എൻ്റെ വിലയിരുത്തൽ. ഒരിക്കലും കോൺഗ്രസ് പാർട്ടി വിട്ട് രമേശ് ചെന്നിത്തല ഒരിടത്തേക്കും പോകില്ല. എൻ്റെ പ്രവർത്തന മേഖല കേരളം തന്നെയാണ്. ഞാൻ 10-25 വർഷം അവിടെ പ്രവർത്തിച്ച ആളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയുമല്ല ഇപ്പം MLA കൂടിയാണ്.